ഹായ് ആവും. നമുക്കറിയാം, ഇലക്ട്രിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായുള്ള ഓപ്പർച്യൂണിറ്റികളാണ് കേരള PSCയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരള PSCയിൽ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിലും ഇത്തരത്തിലുള്ള വേക്കൻസികൾ വരുന്നുണ്ട്. അടിസ്ഥാന യോഗ്യതയായ ITI മുതൽ ഡിപ്ലോമ, അതുപോലെ തന്നെ BTech തുടങ്ങിയ ഒത്തിരി സ്ട്രീമുകളിൽ ഇലക്ട്രിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെന്നും ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു ധാരണയില്ല. ഈ ഒരു ധാരണ ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങളുടെ പഠനം ശരിയായ ദിശയിൽ പോയിട്ട് സേഫായിട്ട് ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഇലക്ട്രിക്കൽ യോഗ്യത, അത് ITI ആണെങ്കിൽ ITI, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, BTech ആണെങ്കിൽ BTech, MTech ആണെങ്കിൽ MTech, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ എക്സാമുകൾക്ക് തയ്യാറെടുക്കാമെന്നും ഇനി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളതും കേരള PSCയിലും അതുപോലെ തന്നെ റെയിൽവേയിലും SSC റിലേറ്റഡ് ആയിട്ടും ഒക്കെ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് നിയമനം കിട്ടുമെന്നും ഇനി സെൻട്രൽ സർവീസിലാണെങ്കിൽ ISRO പോലുള്ള സ്ഥാപനങ്ങളിലും ITI യോഗ്യതയുള്ളവർക്കൊക്കെ നിയമന സാധ്യതയുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് 2026 കരിയർ, അതായത് ഇലക്ട്രിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട കരിയർ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു സൗജന്യ വെബിനാർ നിങ്ങൾക്കായിട്ട് നൽകുകയാണ്. അത് ഏപ്രിൽ 22 വൈകുന്നേരം 8 മണിക്കാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു വെബിനാറിൽ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സ്വാഭാവികമായിട്ടും വീഡിയോയിൽ പങ്കെടുക്കുമ്പോൾ, വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡൗട്ട്സ് ചിലപ്പോൾ ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ നേരിട്ട് ഈ അധ്യാപകരോട് ചോദിച്ചാൽ അപ്പോൾ തന്നെ അത് സോൾവ് ചെയ്ത് പോകാൻ കഴിയും. അല്ലാത്ത പക്ഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സംശയങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ദൂരീകരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ നേരിട്ട് തന്നെ ഈ വെബിനാറിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഇതിന് താഴെ ഒരു ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വെബിനാറിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ ഇതിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ മറക്കണ്ട, ഇലക്ട്രിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥി, നിങ്ങൾ ഏത് യോഗ്യതയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പോസ്റ്റുകളെ പറ്റിയും, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന എല്ലാ യോഗ്യതയുള്ള തസ്തികളെ പറ്റിയും കൃത്യമായൊരു ധാരണ ഉണ്ടാകുന്നതിനും ഒപ്പം തന്നെ അതിന് ഏത് തരത്തിൽ പഠിക്കണം എന്നുള്ളതിനും കൃത്യമായൊരു ഗൈഡൻസ് ഈ ഒരു വെബിനാറിലൂടെ കിട്ടും. അപ്പം അതിൽ പങ്കെടുക്കാനായിട്ട് മറക്കണ്ട. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.